ഇന്നത്തെ ഒരു ദിവസേ ഒരു കാര്യവും നടന്നില്ല കേട്ടോ. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഒരു കാര്യവും നടന്നില്ല. എനിക്കങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോൾ ഉള്ളൊരു വീഡിയോ ഉണ്ട്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഉദാഹരണമാണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. അപ്പം അതെ, എൻ്റെ ടെൻഷൻ്റെ എവറസ്റ്റ് കൊടുമുടിയിൽ നിൽക്കണേന് കേട്ടോ ഞാൻ. അപ്പം ഉള്ളതിൻ്റെ ഒരു അവസ്ഥയുണ്ടാ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ പാറി നടക്കണ പൂമ്പാറ്റേ, ഒന്ന് പാറി വാ ഒന്ന് ഓടി വാ ആ ആ. ഇതാണ് എൻ്റെ അവസ്ഥ അല്ലേ. ഓരോരുത്തരും ഓരോ ടെൻഷൻ വരുമ്പോൾ ഉള്ള ഓരോരുത്തരുടെ ഓരോ അവസ്ഥ വെച്ചാൽ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രൈവിംഗ് എന്ന് പറയണതേ നമ്മൾ വിചാരിച്ചാൽ കൂടി നമുക്ക് നടക്കണ്ടേ. ഞാനിന്ന് ഡ്രൈവിങ്ങിൻ്റെ അവിടെ വിളിച്ചു ചോദിച്ചപ്പേ അയാൾ എന്നോട് പറയണേ പിന്നെ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്, സൈക്കിൾ ബാലൻസ് ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ പഠിപ്പിക്കാൻ പറ്റൂലെന്ന്. ഞങ്ങളുടെ ഇവിടുത്തെ വലിയ പ്രശസ്തമായ ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് പറ്റൂല, ഡ്രൈവിംഗ് എന്താണ് സൈക്കിൾ ബാലൻസ് വേണമെന്ന്. സൈക്കിൾ ബാലൻസ് വേണം, അല്ലെങ്കിൽ 6 മാസമൊക്കെ വേണ്ടി വരുമെന്ന് വെച്ചാൽ അവർക്ക് നല്ല തിരക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ മുത്തശ്ശിമാരെയൊക്കെ പഠിപ്പിക്കാനായിട്ട് അവർക്ക് ഭ്രാന്ത് തീർന്നില്ലേ, അതാണ്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വെർഷനാണ്, ടെൻഷൻ്റെ ഒരു വെർഷനാണ് ഇപ്പം ഈ കണ്ടത്. നമ്മുടെ എപ്പോഴും കാച്ചിയണ്ണയുടെ കഥ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതുമൊക്കെ വേണം. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാച്ചിയണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കേ.